എത്ര സിനിമകൾ ചെയ്താലും എന്നെ കൊണ്ട് മാക്സിമം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യിപ്പിച്ചിട്ട് പുള്ളി ആദ്യമൊക്കെ കാശ് തരും, പിന്നെ കാശ് തരത്തില്ല, ഇപ്പൊ തരാം പിന്നെ തരാം. അപ്പൊ എന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള സേവിങ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഈ കാശൊക്കെ റോൾ ചെയ്ത് പോയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ബുദ്ധിമാനായ കുറുക്കനാവിക്കും. ഈ സിനിഫെയിൽ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ മൂവി ഗ്രൂപ്പ് വെച്ചിട്ട് പല പ്രൊഡ്യൂസേഴ്സിൽ നിന്നും വില പേശി കാശ് മേടിച്ചിട്ട് വർക്ക് ചെയ്യും. ഇതൊക്കെ ഞാൻ അറിയുന്നത് മാളികപ്പുറം തിയേറ്ററിൽ റിലീസ് ആവുന്ന സമയത്ത് വിപിൻ എനിക്ക് ഇത്ര രൂപ ഓഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വിപിൻ അപ്പോൾ കാശൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വിപിൻ മറ്റുള്ള സിനിമകളെ പോലെ ആവില്ല, എനിക്ക് എൻ്റെ സാലറിയിൽ നിന്നാണ് കാശൊക്കെ പോകുന്നത്. ഉണ്ണിമൂന്നനെ പക്കാ സംഖ്യയാക്കി നീ ചിത്രീകരിച്ചേ പറ്റും, ഒരു ആർഎസ്കാരനാക്കണം, ഉണ്ണിമൂന്ന് ആ ലേബലിൽ നമുക്ക് വളർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അത് നടക്കത്തില്ല. മാളികപ്പുറം സിനിമ ഇറങ്ങി അവസാനം വരെയും ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിജിത് വിജയൻ എന്ന വ്യക്തി ആണ് ചെയ്തത്. അത് ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് ചേട്ടൻ അറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. വിപിൻ അതിനകത്ത് ഒരു നോക്കുകുത്തി മാത്രം. പക്ഷേ ക്രെഡിറ്റ് അതിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ വിപിനാണ് പോയിട്ടുള്ളത്, എനിക്കൊന്നുമില്ല. സിനിഫെയിൽ മൂവി ഗ്രൂപ്പിൻ്റെ പേരിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിപിൻ കൈപ്പറ്റിയതായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ബ്ലോക്ക് ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ പുള്ളി എന്താ ചെയ്തത്, പുള്ളി എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോയി ഒരു വലിയൊരു പോസ്റ്റ് എഴുതിയിട്ട്, സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് എൻ്റെ ജീവിതത്തിന് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ പോസ്റ്റിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിജിത് വിജയൻ എന്നൊരു വ്യക്തി ഇവിടെ ഇരിക്കത്തില്ല. അപ്പോൾ പിണങ്ങിയ സ്ഥിതിക്ക് വിപിൻ ഉണ്ണിയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. 10 പേര് വരുമ്പോൾ ഭയങ്കര പുരോഗമനം പറച്ചില്ല. ഒരു സൈഡിലോട്ട് ഒതുക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ വിശ്വരൂപം നമ്മൾ തനി നിറം കാണുന്നത്. അങ്ങനെ കണ്ട ഒരുത്തനാണ് വിപിൻ്റെ, അങ്ങനെ നേരിൽ കണ്ട ഒരുത്തനാണ്. ഹായ്, എൻ്റെ പേര് വിജിത്ത്. ഞാൻ സിനിഫെയിൽ ഫേസ്ബുക്ക് മൂവി ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ നിലവിലെ ഉണ്ണിമുകുന്ദൻ വിപിൻ അത്തരം വിഷയങ്ങളെ കുറിച്ച് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ. വിപിന് ഞാനായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, ഞാൻ ആക്ച്വലി ഇലക്ട്രിസിറ്റി ബോർഡിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് സിനിഫെയിൽ എന്ന് പറയുന്ന ഒരു മൂവി ഗ്രൂപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മുടെ സിനിഫെയിൽ മൂവി ഗ്രൂപ്പിൻ്റെ റീച്ച് കണ്ടിട്ടാണെന്ന് തോന്നുന്നു വിപിൻ എന്നെ പരിചയപ്പെടുകയും ഞാനുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം സിനിമകളിൽ വിപിൻ എന്നെ സഹകരിപ്പിക്കുകയുണ്ടായി. പോകെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായി. ഞങ്ങൾ ചേർന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടി ചെയ്യുന്നുണ്ട് വിപിനും ഞാനുമായിട്ട്. എത്ര സിനിമകൾ ചെയ്താലും എന്നെ കൊണ്ട് മാക്സിമം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യിപ്പിച്ചിട്ട് പുള്ളി ആദ്യമൊക്കെ കാശ് തരും, പിന്നെ കാശ് തരത്തില്ല, ഇപ്പൊ തരാം പിന്നെ തരാം. അപ്പോൾ എന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള സേവിങ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഈ കാശൊക്കെ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. മേപ്പടി സിനിമ തൊട്ടാണ് ഞാൻ ഉണ്ണിമുകുന്ദനായിട്ട് നമ്മൾ സംസാരിച്ചൊക്കെ തുടങ്ങി മുന്നോട്ട് നല്ലതിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ബന്ധത്തെ വിപിൻ അത് ആ ബന്ധം നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ വിപിൻ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. പിന്നെ മേപ്പടിൻ സിനിമയ്ക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ സിനിമ റിലീസിങ് ദിവസം എൻ്റെ അടുത്ത് ഇത്ര ആൾക്കാരെ നീ തിയേറ്ററിൽ കൊണ്ടുവരിക, ഇത്ര രൂപ, ഇത്ര ടിക്കറ്റ് നിനക്ക് ഞാൻ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിൽ നിറയെ എന്നെ കൊണ്ട് തിയേറ്ററിൽ നിറയെ ആളെ കയറ്റുകയും പിന്നെ ഈ ടിക്കറ്റിന്റെ കാശ് എനിക്ക് വിപിന് തരാതിരിക്കുകയും പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാശ് തരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അന്ന് ഞാൻ വിപിനുമായിട്ട് ചെറിയ സംസാര പിണക്കമൊക്കെ ഉണ്ടായി. അപ്പം സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട്, കാശല്ലല്ലോ അൾട്ടിമേറ്റ്, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പിന്നെയും വിപിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ബുദ്ധിമാനായ കുറുക്കനാണ് വിപിൻ. പുള്ളി കാണുന്നത് എന്താണ്, സിനിഫെയിൽ പ്ലാറ്റ്ഫോമിന്റെ അഡ്മിൻ ഫൗണ്ടർ. അപ്പോൾ ഇദ്ദേഹം ഇതിനെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, പുള്ളി പുറത്ത് പോയിട്ട് സിനിഫെയിൽ മൂവി ഗ്രൂപ്പ്, സിനിഫെയിൽ പ്ലാറ്റ്ഫോം ഇദ്ദേഹത്തിന്റെ ആണ് എന്ന് പറഞ്ഞ് ഡയറക്ടേഴ്സിന്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും ഈ സിനിഫെയിൽ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ മൂവി ഗ്രൂപ്പ് വെച്ചിട്ട് പല പ്രൊഡ്യൂസേഴ്സിൽ നിന്നും വില പേശി കാശ് മേടിച്ചിട്ട് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഞാൻ അറിയുന്നത് മാളികപ്പുറം സിനിമ സമയത്താണ്. അന്നേരമാണ് വിപിനും ഞാനുമായിട്ട് പിണങ്ങുന്നത്. മാളികപ്പുറം സിനിമ ഇറങ്ങുന്ന സമയത്ത് അഭിലാഷ് ചേട്ടൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ട, എനിക്ക് ജ്യേഷ്ഠ തുല്യനായ ഒരാളാണ് അഭിലാഷ് പിള്ള. അപ്പോൾ ചേട്ടനായിരുന്നു മാളികപ്പുറത്തിന്റെ എഴുത്ത്. മാളികപ്പുറം തിയേറ്ററിൽ റിലീസ് ആവുന്ന സമയത്ത് എനിക്ക് വിപിനാണ് PR എന്ന് തോന്നുന്നു. വിപിൻ എനിക്ക് ഇത്ര രൂപ ഓഫർ ചെയ്തിട്ട് എനിക്ക് ആ സിനിമ നല്ല രീതിക്ക് ചെയ്തു തരണം, തിയേറ്ററിൽ നീ ആളെ കയറ്റി തരണം, നിറയെ ആളെ കയറ്റി തരണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ വന്നു. പിറ്റേ ദിവസം തൊട്ട് വിപിൻ എന്നെ ഫോഴ്സ് ചെയ്ത് തിയേറ്ററിൽ ആളെ കയറ്റുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട സമയത്ത് ഞാൻ പറഞ്ഞു വിപിൻ അപ്പോൾ കാശൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു മറ്റുള്ള സിനിമകളെ പോലെ ആവില്ല, എനിക്ക് എൻ്റെ സാലറിയിൽ നിന്നാണ് കാശൊക്കെ പോകുന്നത്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ചെയ്യണം. അപ്പോൾ അന്നേരം ഈ വിപിൻ കുറെ കണ്ടന്റ് ക്രിയേറ്റ്, ട്രോള്, അത്തരം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയും. അപ്പം കണ്ടന്റ് കാണുന്നത് ഉണ്ണി മുകുന്ദൻ ഹിന്ദു അജണ്ട ഉള്ള ആളാണ്, ഉണ്ണി സംഖ്യയാണ്,
അതായത് മാളികപ്പുറം ഇറങ്ങി 2ാം ദിവസം സമാജ സ്റ്റാർ എന്ന രീതിക്ക് അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് എഴുതിപ്പിക്കാൻ വിപിൻ മാക്സ് നോക്കി. അപ്പൊ ഞാൻ വിപിനോട് പറയുന്നത്, വിപിനെ ഇത് സിനിമയാണ്, ഇത് ഒരു ഇത് സിനിമ നമുക്ക് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലല്ലോ, സിനിമയായിട്ട് കണ്ടാൽ പോലെ, അതിനകത്ത് എന്തിനാണ് ഈ സംഘി BJP ഹിന്ദുത്വം കൊണ്ടുവരേണ്ട കാര്യം എന്നാണ്. അപ്പൊ ഇല്ല, ഞാൻ പറയുന്നത് നീ എഴുതിയേ പറ്റൂ, ഉണ്ണിമൂന്നനെ പക്കാ സംഖ്യയാക്കി നീ ചിത്രീകരിച്ചേ പറ്റൂ, ഒരു RS-കാരനാക്കണം, ഉണ്ണിമൂന്ന് ആ ലേബലിൽ നമുക്ക് വളർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അത് നടക്കത്തില്ല എന്ന്. ഞങ്ങൾ തമ്മിൽ വാക്ക് ഫോണിൽ കൂടി സംസാരമായിട്ടുണ്ട്. അതിന്റെ കോൾ റെക്കോർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മാളികപ്പുറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാനാണ് ചെയ്തിട്ടുള്ളത്. വിപിൻ അവിടെ ഒരു നോക്കുകുത്തിയെ പോലെ നിന്നിട്ടേ ഉള്ളൂ. ഞാനാണ് മാളികപ്പുറം സിനിമ ഇറങ്ങി അവസാനം വരെയും ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിജിത് വിജയൻ എന്ന വ്യക്തി ആണ് ചെയ്തത്. വിപിൻ അതിനകത്തില്ല. അത് ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് ചേട്ടൻ അറിയാം അതിന് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. വിപിൻ അതിനകത്ത് ഒരു നോക്കുകുത്തി മാത്രം. പക്ഷേ ക്രെഡിറ്റ്, അതിന്റെ പേയ്മെന്റ് ഒക്കെ വിപിനാണ് പോയിട്ടുള്ളത്, എനിക്കൊന്നുമില്ല. ആ സമയത്താണ് വിപിന് ഞാനോട്ട് പിണങ്ങി. വിപിനെ ഞാൻ സിനിഫൈൽ ഒരാൾ വന്ന് സിനിഫൈൽ മൂവി ഗ്രൂപ്പിന്റെ പേരിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിപിൻ കൈപ്പറ്റിയതായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വിപിൻ അല്ല അതിന്റെ ഫൗണ്ടർ, ഞാനാണ് അതിന്റെ ഫൗണ്ടർ, അഡ്മിൻ. ഞങ്ങളൊരു 23 പേര് ചേർന്നാണ് ഈ മൂവി ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത്. ഇവർക്ക് ആർക്കും അറിയില്ല വിപിൻ അഡ്മിൻ ആണെന്നോ ഫൗണ്ടർ ആണെന്നോ, ഇവർക്ക് അറിയാത്തൊരു കാര്യമാണ്. വിപിൻ ആരുമല്ല, വിപിൻ ഒരു സാധാ ഒരു ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, തേർഡ് പാർട്ടി. സിനിഫയോട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇത് ഞാൻ ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത്, പ്രൊഡ്യൂസറുടെ പേര് പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിന്റെ ആ സിനിമയും പറയുന്നില്ല, ഈ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞ പ്രകാരം ഞാൻ വിപിനെ വിളിച്ചു. വിപിന് ഞാനോട്ട് ഫോണിൽ വാക്ക് തർക്കമായി സംസാരമായി. വിപിനെ സിനിഫൈൽ മൂവി ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. സിനിഫൈൽ ഒരു സെലിബ്രിറ്റി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്നും പുള്ളിയെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തതിന്റെ ദേഷ്യത്തിൽ പുള്ളി എന്താ ചെയ്തത്, പുള്ളി എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോയി ഒരു വലിയൊരു പോസ്റ്റ് എഴുതിയിട്ട്, സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് എൻ്റെ ജീവിതത്തിന് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മാനസികമായി എന്നെ ആ പോസ്റ്റ് ഒരുപാട് സങ്കടപ്പെടുത്തി. കമൻസ് ആയാലും ഒരുപാട് ഫേക്ക് ആയിട്ട് പുള്ളിയൊരു PR ഒക്കെ അല്ലേ, പുള്ളിക്ക് അറിയാലോ ഈ പോസ്റ്റ് എങ്ങനെ വൈറലാക്കണം, ഹിറ്റാക്കി മാറ്റണം എന്നുള്ളത്. പുള്ളി തന്നെ ഒരുപാട് ഫേക്ക് IDs ചെയ്ത് കമൻസ് ഒക്കെ ഇട്ട് പോസ്റ്റിന് മാക്സിമം റീച്ചാക്കാൻ നോക്കി. ഓക്കെ, ആ പോസ്റ്റിനകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പെൺകുട്ടികൾക്ക് അവസരം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് പറ്റിക്കുക, അതായത് ഞാൻ ഫീമെയിൽ സെലിബ്രിറ്റീസിനോട് മോശമായി ബിഹേവ് ചെയ്യുക, സെലിബ്രിറ്റീസിനെ മിസ്യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ആ പോസ്റ്റിനകത്തുള്ള കണ്ടന്റ്. എനിക്ക് തോന്നുന്നത് പുള്ളി അങ്ങനെ ആ ഒരു റൈറ്റപ്പ് പുള്ളി മനസ്സറിഞ്ഞ എഴുതിയ റൈറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ വിപിൻ എന്ന് പറയുന്ന ഉണ്ണിമൂന്നന്റെ മാനേജർ അല്ല എന്നാണ് ഉണ്ണി പറയുന്നത്. അങ്ങനെ മാനേജർ വ്യക്തി വിപിൻ ഇത്തരത്തിൽ സെലിബ്രിറ്റീസിനെ മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവസരം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് പറ്റിക്കുകയും ഒരുപാട് ഫീമെയിൽ സെലിബ്രിറ്റീസിനെ പറ്റിച്ചു വളർന്നു വന്നത് കൊണ്ടായിരിക്കാം പുള്ളി ആ വളർന്നു വന്നത് എന്നിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കിയത്. ഞാനും ഇനി അങ്ങനെ വളർന്നു വരുന്നു എന്ന് ആൾക്കാരെ അറിയിക്കാൻ, അതേ മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിട്ട് പുള്ളിക്ക് റീച്ച് ഉണ്ടാക്കി എടുക്കുക. ആ പോസ്റ്റിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വിജിത് വിജയൻ എന്നൊരു വ്യക്തി ഇവിടെ ഇരിക്കത്തില്ല. ഇന്നും ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റീസുമായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട്, നല്ല പരിചയത്തിലാണ്, എല്ലാ സിനിമാക്കാരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. ഒരുവിധം സിനിമകൾ ഞാനുകൂടി വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത വിപിൻ എന്തായി? ഇതൊക്കെ കണ്ടും കേട്ടും മേളിൽ ഒരാളുണ്ട്. ഈ പറയുന്ന ഞാൻ എന്തെങ്കിലും കള്ളത്തനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇതും കണ്ടും കേട്ടും മേളിൽ ഒരാളുണ്ട്. എനിക്ക് കിട്ടും തരും, കർമ്മ എന്നുണ്ട്. അതാണ് ഇപ്പോൾ വിപിനെ കിട്ടിയേക്കാം. പിന്നെ ഈ സംഭവത്തിന് ശേഷം ഞാനും വിപിനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. വിപിൻ എനിക്കെതിരെ മാക്സിമം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കി, അതൊന്നും നടന്നില്ല. അതൊക്കെ ഒരു ഫേക്ക് ആരോപണങ്ങൾ എന്ന രീതിക്ക് പോയി. ഞാൻ ഉണ്ണിച്ചേട്ടനെ മാക്സിമം സംസാരിക്കാൻ നോക്കി. ഇപ്പൊ ഉണ്ണിച്ചേട്ടന്റെ വലം കൈ എന്ന് പറയുന്ന വിപിൻ, പുള്ളി എന്തൊക്കെയാണ് ഒരാളെ ഇപ്പം നമ്മളിപ്പോൾ ഒരാളായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ എന്ത് വേണോ അയാളെ കുറിച്ച് പറയാം. അപ്പോൾ പിണങ്ങിയ സ്ഥിതിക്ക് വിപിൻ ഉണ്ണിയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ണിച്ചേട്ടനോട് ഞാനോട്ട് അധികം കോണ്ടാക്ട് ഇല്ലാണ്ടായി. റീസെന്റ് ഉണ്ണിച്ചേട്ടൻ ഇറങ്ങിയൊരു സിനിമയുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി. ആ സമയത്ത് ഞാനും കൂടി ഭാഗമായിട്ടുണ്ട് ആ സിനിമയിൽ ചെറിയ രീതിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉണ്ണിച്ചേട്ടനോട്ട് വാട്സാപ്പിൽ സംസാരിക്കും, പുള്ളി എനിക്ക് റിപ്ലൈ തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിച്ചേട്ടനോടുള്ള ബന്ധം എനിക്ക് പഴയതുപോലെ ബന്ധം വരണം, സംസാരിക്കണം. എനിക്ക് ആ ഒരു സൗഹൃദം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്രയും വേഗം ഞാൻ അദ്ദേഹത്തെ കാണും, സംസാരിക്കും, പരിചയം പുതുക്കും. സിനിമയിലേക്ക് എത്താൻ കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കഥയൊക്കെ എഴുതി ഇതുപോലുള്ള സെലിബ്രിറ്റീസിനെ കണ്ട് കഥ പറഞ്ഞ് അങ്ങനെ. ഇടയ്ക്ക് ജയൻ ചേട്ടൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല എൻ്റെ ബ്രദറാണ്, ജയൻ വന്നേരി. പുള്ളിയുടെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് ഇവനിട്ട് ഞാൻ ഒരു അടി പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു, അത് ഉണ്ണി പൊട്ടിച്ചു. സത്യമാണ്. ഇതേപോലുള്ള സിനിമ ജീവിതം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെയാണ്. അത് എനിക്കൊന്നും ഉണ്ണിച്ചേട്ടൻ അറിയുന്നില്ല. എനിക്ക് അത്രയേറെ അനുഭവമുണ്ട്, അനുഭവസ്ഥനാണ് ഞാൻ പറയുന്നത്.
10 പേര് വരുമ്പോൾ ഭയങ്കര പുരോഗമനം പറച്ചില്ല. ഒരു സൈഡിലോട്ട് ഒടുത്തിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ വിശ്വരൂപം നമ്മൾ തനി നിറം കാണുന്നത്. അങ്ങനെ കണ്ട ഒരുത്തനാണ് ഞാൻ ബിബിൻ്റെ, അങ്ങനെ നേരിൽ കണ്ട ഒരുത്തനാണ്. പല ആൾക്കാരും ഉണ്ണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ബിബിനായിരിക്കുമല്ലോ ഡീൽ ചെയ്യുന്നത്. ബിബിൻ്റെ അടുത്ത് പോയി പറയും. ബിബിൻ മൊബൈലിലും കുത്തി അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഒന്നും വാലും തുമ്പം കേട്ടിട്ട് പുള്ളി ഇവരെ ഇൻസൾട്ട് ചെയ്ത് ഒരാൾ ഒരു സിനിമാ ജീവിത സ്വപ്നം കൊണ്ട് വരുന്ന പയ്യന്മാർ എനിക്കറിയാം, അവരുടെ പെയിൻ എന്താണെന്ന് എനിക്കറിയാം. ഈ പെയിനിനെ വളരെ വളരെ സിമ്പിളായിട്ട് ഓടിച്ച് നശിപ്പിച്ച് കളയാണ് ഇദ്ദേഹത്തിൻ്റെ ഹോബി. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പോലും ഇത് അറിയുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം അറിഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിനുണ്ടാവുന്ന അദ്ദേഹം എനിക്കൊന്ന് ഒരുപക്ഷെ വിഭിന്നെ പോലുള്ള ഒരു ഇല്ലായിരുന്നെങ്കിൽ ഉണ്ണിച്ചേട്ടൻ ഇതിന് മുകളിൽ പോയേനെ ഇതിന് മുന്നേ. അതിനുള്ള കാലിബർ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ക്രിപ്റ്റുകളാണ് അദ്ദേഹത്തിന് പോയത്. പിന്നെ സാൻജോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുണ്ട് പയ്യൻ. പുള്ളി ഒരു സ്ക്രിപ്റ്റ് ഉണ്ണിച്ചേട്ടൻ പറയും, ഉണ്ണിച്ചേട്ടൻ അത് ഇഷ്ടപ്പെട്ട് അതിനെ എക്സിക്യൂട്ടീവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലും എത്തിയിട്ടില്ല. അത് ഉണ്ണിച്ചേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. അത് ഈ വിപിൻ എന്ന് പറയുന്ന ആള് അത് മുടക്കി. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകൾ, ഇപ്പോൾ ഒരു ടീം വിപിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ടീം ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യണോ? അപ്പം ന്യായം ആരുടെ ഭാഗത്താണെന്ന് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊരു പോലീസുണ്ട്, അതിനൊരു സത്യാവസ്ഥ ഉണ്ട്. പറയുന്ന പോലെ ക്യാമറ ഉണ്ട്, CC ക്യാമറ ഉണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയും എല്ലാവരും വിപിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഉച്ചവരെ ഞാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും വിപിനെതിരെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടണം എനിക്ക് വാശിയുണ്ട്. കാരണം ഞാൻ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയിൽ ഞാൻ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടവനാണ് വിപിൻ. പുള്ളി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വിട്ടവനാണ്. അപ്പോൾ ഈ ഉണ്ണിച്ചേട്ടനും വിപിനോടുള്ള ഈ ഒരു പ്രശ്നത്തിൽ ഉച്ചവരെയും എല്ലാവരും വിപിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് കളി മാറുന്നത്. അതായത് പോലീസ് CC ക്യാമറ പോയി നോക്കുകയും അവിടെ അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല, ഉണ്ണിച്ചേട്ടൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ എനിക്ക് 100% ഉണ്ണിച്ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ല. കാരണം എനിക്കുണ്ടായ ഇൻസിഡന്റ് ഞാൻ മറ്റൊരാൾ പറഞ്ഞ് കേട്ടല്ല ഈ പറയുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഇൻസിഡന്റ് എന്താണ് അത് എനിക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ വിപിൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് അത് നിങ്ങൾ നോക്കിയാൽ മതി. എന്നോട് എങ്ങനെയാണ് വിപിൻ കാണിച്ചത് അതാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് പുള്ളി കാണിച്ച രീതി വളരെ മോശമാണ്. അതുകൊണ്ട് ഉണ്ണി ഇഷ്യൂവിൽ വിപിൻ്റെ ഭാഗത്താണ് 100% തെറ്റ്.